ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ഭാമ വേഗം മന്ത്രിയെ വിളിക്കണേ. അപ്പൊ അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. ഭാമയ്ക്കും എന്താ ദാസ് ഇത്, റവന്യൂ ഉദ്യോഗസ്ഥർ വന്നിട്ട് ജപ്തി നോട്ടീസ് തന്നു. ദാസ് പറയും അത് കാര്യമാക്കണ്ട, അത് അവരുടെ ജോലി, അവർ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നതല്ലേ, അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു. 15 ദിവസം തന്നിട്ടുണ്ടല്ലോ, അതിനുള്ളില് ആ പറഞ്ഞ തുക അടച്ചാൽ മതി, അതോടെ ആ പ്രശ്നം സോൾവ് ആയി. ഭാമ അങ്ങനെ ഞെട്ടും. എന്താ ദാസ് ഈ പറയുന്നത്, 15 കോടി അടയ്ക്കാനോ, അതും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ? ദാസോയ്ക്കും 15 കോടിയൊക്കെ സത്യമ്മയ്ക്ക് വലിയ തുകയാണോ, അതെങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ പിന്നെ വീടും പറമ്പും കൈവിട്ടു പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദാസ് പറയും സത്യമ്മയ്ക്ക് അറിയാലോ, ആ വീടിനോടും വീട്ടുകാരോടും എനിക്ക് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതാ. ഇത് അവിടുന്ന് കഴിച്ച ചോറിന്റെയും കറിയുടെയും രുചി ഇപ്പോഴും ഈ നാവിന്റെ തുമ്പിലുള്ളത് കൊണ്ട് പറയാ, ഏതെങ്കിലും ഒരു രീതിയിൽ അടച്ച് ജപ്തി ഒഴിവാക്കണം. ഭാമയ്ക്കും എന്താ ദാസ ഇത്, ഒരു ഒഴിവുകേട് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കുകയാണല്ലേ. ദാസെ, ഞങ്ങൾ ഇതിന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് പറ. ദാസിന്റെ സ്വരം മാറുന്നുണ്ട്. സത്യമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ. സത്യം പറഞ്ഞാൽ ഈ മരമുറി കേസ് വലിയ പ്രശ്നമായിരിക്കുക. ഞാനിതിൽ ഉൾപ്പെട്ടു എന്ന് അറിഞ്ഞാലേ പാർട്ടിക്ക് അത് വലിയ ക്ഷീണം. അതുകൊണ്ട് എന്റെ പേര് പരമാവധി ഇതിലേക്ക് വലിച്ചിഴക്കരുത് പ്ലീസ്. വേണമെങ്കിൽ ഉപേന്ദ്രനെ ഇതിനു മുന്നിൽ നിർത്താലോ, അയാൾക്ക് നഷ്ടപ്പെടാൻ മന്ത്രിസ്ഥാനം ഒന്നുമില്ലല്ലോ. ഭാമറി ദാസേ, ഒരു വോട്ട് കൊണ്ടോ 1 ലക്ഷം കൊണ്ടോ തീരുന്നതല്ല കേരള രാഷ്ട്രീയം. എന്നെ ചതിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് താൻ അനുഭവിക്കും. ഇതപ്പം നന്നായത്. അപ്പോഴേക്കും സത്യമ്മ ശപിക്കൽ തുടങ്ങി. എന്തായാലും ഞാനത് അറിവ് വെച്ചിട്ടുണ്ട്, തൽക്കാലത്തേക്ക് ഫോൺ വെക്കുന്നു, ഇവിടെ ഒരല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യും. ദാസേ എന്ന് ഭാമ വിളിക്കുമ്പോഴേക്കും ആ കോൾ അങ്ങ് കട്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ രാഘവേട്ടൻ അവിടെ കേട്ടോണ്ട് നിൽക്കാണ്. അങ്ങനെ അവിടെ നിന്ന് മന്ത്രി വിചാരിക്കും, പിന്നെ കാർഡ് പതിച്ചു കൊടുത്തപ്പോ കാർഡ് അടക്കി വെടിവെക്കാൻ പോയാലേ എങ്ങനെ വീട്ടുകൾക്ക് ഒരു ഉപകാരം ചെയ്യാ. പാവം ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം വലിയ കഷ്ടാടോ എന്നിങ്ങനെ അവിടെ നിൽക്കുന്ന പിയൂന്റെ അടുത്ത് പറയാം. ഭാമ ഇങ്ങനെ തകർന്നു നിൽക്ക. രാഘവേട്ടൻ ചോദിക്കും, അയാളും കൈ ഒഴിഞ്ഞല്ലേ? ഒഴിയും. സ്വന്തം തള്ള മരിച്ചു കിടന്നപ്പോ റീത്ത് വെക്കാൻ വന്നവനോട് വോട്ട് ചോദിച്ചവനെ എന്ത് ഹൃദയബന്ധം ഇരിക്കുന്നു ഭാമേ. നീ അവനൊക്കെ വിശ്വസിച്ച് എന്റെ ചങ്ക തകർത്തോണ്ടിരുന്നത്. ഇനി എന്താ വഴി? വിളിക്കേ, അടുത്ത ആളെ വിളിക്കേ. എവിടെ? നിനക്ക് കോടികളുടെ സ്വത്ത് അക്കൗണ്ടിലേക്ക് ഇട്ട് തരാന്ന് പറഞ്ഞ ഉപേന്ദ്രൻ വിളിക്കേ. അപ്പൊ ഭാമ ഫോൺ എടുത്ത് ഉപേന്ദ്രനെ വിളിക്ക. ഭാമയുടെ കോള് കാണുമ്പോ തന്നെ ഉപേന്ദ്രൻ അത് എടുക്കുന്നില്ല, അത് അതുപോലെ പോക്കറ്റിലേക്ക് തന്നെ വെക്കും. അതങ്ങനെ റിങ് ചെയ്യുമ്പോ ഇങ്ങനെ ചിരിക്കണേ. ഭാമ പറയും അവൻ ഫോൺ എടുക്കുന്നില്ല. രാഘവേട്ടൻ പറയും അതാ എടുക്കില്ല. ഇങ്ങനൊരു പ്രതിസന്ധി നിനക്ക് വരുന്നേ അവനറിയാമായിരിക്കും. കാരണം ബുദ്ധിയുള്ളവൻ കാര്യങ്ങളെല്ലാം ഒരു മുഴം മുമ്പേ അറിയല്ലോ. ഭാമ പോയി ചോദിക്കാണ്, രാഘവേട്ട എന്താ ഇപ്പൊ ചെയ്യാ? 1-2 അല്ല 15 കോടി രൂപയെ ബാധ്യത വന്നിരിക്കുന്നത്. രാഘവേട്ടൻ പറയും ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഭാമേ. അപ്പോ നിനക്ക് നിന്നിലുള്ള അമിത വിശ്വാസം, അതിന്റെ മേലുള്ള അഹങ്കാരം, പിന്നെ എന്തിനേയും അടക്കി ഭരിക്കണം എന്നുള്ള നിന്റെ മൂഢ സ്വപ്നത്തിലെ ജീവിതം, ഇതെല്ലാണ് നിന്നെ തകർത്തത്. ഒന്നിച്ച് താമസിച്ച വീടിന്റെ അടിത്തറ ഇളകി നിൽക്കുമ്പോഴും നിനക്ക് നിന്റെ ഈ ധാഷ്ട്യം മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ലജ്ജിക്കാണ് ഭാമേ. ഭാമ ഇപ്പോ ഉരുകാണ് നിന്ന് തലതാഴ്ത്തി നിൽക്കും. രാഘവേട്ടൻ പറയും ഇത്രയും കാലത്തിനിടയില് നിന്നെ വിവാഹം കഴിച്ചതോർത്ത് ഇന്ന് ആദ്യമായിട്ട് ഞാൻ വേദനിക്കാ. നിന്നെ വെറുപ്പായി പോയി ഭാമ എനിക്ക്. ഭാമ അങ്ങ് ഞെട്ടു ഇതുകൂടെ കേൾക്കുമ്പോ. രാഘവേട്ടൻ പറയും പറഞ്ഞു പോവാ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണ സങ്കടത്തില് ഒരുപക്ഷെ ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഒരു തോന്നല് എന്നിങ്ങനെ വീട് ചുറ്റും നോക്കിക്കൊണ്ട് പറയാ. അതാ മണ്ണറിഞ്ഞു പോയ കാരണവന്മാരെ സാക്ഷി നിർത്തി ഞാനിതൊക്കെ ഇപ്പൊ പറയുന്നതേ, അല്ലെങ്കിൽ അവരെ വിചാരിക്കേ രാഘവന്റെ പിടിപ്പുകേടുണ്ടാ എല്ലാം നഷ്ടപ്പെട്ടതെന്ന്. അപ്പൊ ഭാമ പറയും രാഘവേട്ട സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി, ഇനി ഈ ചതിയിൽ നിന്ന് എങ്ങനെ കയറാന്നാ ചിന്തിക്കേണ്ടത്. രാഘവേട്ട അതിനിപ്പോ രാഘവേട്ടന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ടത്. രാഘവേട്ട തകർന്നു നിൽക്കുന്ന എനിക്കൊരാശ്വാസം. രാഘവേട്ടൻ പറയും പാമേ ഞാനിവിടെ നിൽക്കുന്നതാ ഈ വടിയുടെ ബലത്തിലാ എന്ന് പറഞ്ഞ് വാക്കിംഗ് സ്റ്റിക്ക് കാണിക്കാം. ഞാൻ നിനക്ക് എന്ത് സപ്പോർട്ടാ തരിക? ഇവിടെ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിനക്കാണ്. ഇവിടെ ഇനി എന്തെല്ലാം വരാൻ പോകുന്നോ അതിന്റെ എല്ലാം കാരണങ്ങൾക്കും നീ ഒരൊറ്റ ആള് തന്നെയാ കാരണക്കാരി. പിന്നെ കൂട്ടിച്ചേർത്ത് എടുക്കാനുള്ളതേ 1-2 അല്ല, 15 കോടി. അത് നമ്മളെ സംബന്ധിച്ചിപ്പോ വലിയൊരു തുക തന്നെയാ. ആ തുകയ്ക്ക് മുന്നിലെ പകച്ചു നിൽക്കുക കാലിന് വയ്യാത്ത ഞാനും ജീവിച്ചിരിക്കുന്ന ജഡമായി നിൽക്കുന്ന നീയും. ഇനി എന്താന്ന് വെച്ചാ നീ തീരുമാനിക്കേ. പിന്നെ ഒരു അപേക്ഷയുണ്ട്, അവര് ചെക്ക് ചെയ്യാൻ വരുമ്പോ 6 അടി മണ്ണ് മാറ്റി വെക്കാൻ പറ്റുമെന്നൊന്ന് ചോദിക്കേ. തരില്ലെന്ന് എനിക്കറിയാം, എന്നാലും അധ്വാനിച്ച് സ്വപ്നം തീർത്ത വീട്, അവിടെ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ഒരാഗ്രഹമുണ്ട്. കഴിയെങ്കിലും ശ്രമിക്കേ. എന്റെ ആത്മാവ് നിന്നെ ശപിക്കാതിരിക്കട്ടെ. രാഘവേട്ടൻ വിളിക്കുമ്പോഴും
രാഘവേട്ടൻ പറയും എന്റെ ആത്മാവ് നിന്നെ ശപിക്കാതിരിക്കട്ടെ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകും. ശേഷം പിള്ളച്ചേട്ടനെയും പൊന്നിയെ നോക്കുമ്പോ അവരും വേഗം അവിടുന്ന് പോവാണ്. രാഘവേട്ടൻ അകത്ത് ജനലിന്റെ അടുത്ത് പോയി ജനവാതിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് സങ്കടത്തിൽ കരയണേ. ഭാമ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. ശേഷം ഭാമ ആ ലെറ്ററും പിടിച്ച് സങ്കടത്തോടു കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് ആ വീട് ഇങ്ങനെ ചുറ്റിലും നോക്കുന്നതൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു സത്യയെ കൂട്ടി ഒരു റൈഡിന് ഇറങ്ങിയിരിക്കുക. അങ്ങനെ പാർക്കിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടുന്ന് സത്യയെ ഊഞ്ഞാലാട്ടി കൊടുക്കണേ, മടിയിലിരുത്തിയിട്ട് ഊഞ്ഞാലാട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് അവരിങ്ങനെ യാത്ര പോവാ. സത്യ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷ്ണു അതൊക്കെ എൻജോയ് ചെയ്ത് കേൾക്കണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. ശാരദാമ്മ പലഹാരവും ചായ ഒക്കെ ആയിട്ട് വരും. മോളെ വിഷ്ണു എന്തേ ഇതാ ചായ എടുത്തു വെച്ചിരിക്കുന്നു. ശാലിനി പറയും കുറെ നേരമായിട്ട് അച്ഛനും മോളും കൂടെ പറമ്പൊക്കെ നടക്കുക. സത്യക്കാണെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ ഇത്രയും അടുത്ത് കിട്ടിയ സന്തോഷം. വിഷ്ണുവിനാണെങ്കിലോ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ മോളെ സ്വന്തമായിട്ട് അടുത്ത് കിട്ടിയതിന്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ സത്യക്ക് 6 വർഷത്തെ സ്നേഹം ഒരുമിച്ച് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാ വിഷ്ണുവേട്ടൻ. പുറത്ത് മരത്തിന്റെ തടിയിലെ ഊഞ്ഞാൽ വരെ കെട്ടുന്നുണ്ടായിരുന്നു അച്ഛനും മോളും. ശാരദ പറയും വിഷ്ണു സ്വന്തം അച്ഛനാണെന്നുള്ള സത്യ കൂടെ അറിയണമായിരുന്നു മോളെ. ഇനി എന്തിനാ മോളെ അവരെ തമ്മിൽ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇതിലും കൂടുതൽ സന്തോഷിച്ചേനെ. ശാലിനി പറയും പപ്പയെ പോലെ സത്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ ഉള്ള കഴിവൊന്നും സത്യക്കില്ലമ്മേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒന്നും സത്യം അറിയാതിരിക്കുന്നതാ നല്ലത്. സത്യം അറിഞ്ഞാ പിന്നെ എങ്ങനെയെങ്കിലും സത്യം അതറിയും. വിഷ്ണുവിനറിയാലോ സത്യയും പപ്പയും തന്റെ കുട്ടികളാണെന്ന്. അത് മതി, പോകുന്ന പോലെ എത്രയും പോട്ടെ. പിന്നീട് നമുക്ക് അവരെ സത്യങ്ങൾ അറിയിക്കാം. അതായിരിക്കും നല്ലതമ്മേ. ശാരദാമ്മയ്ക്കും സന്തോഷം തന്നെ. നീ ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ അവരിങ്ങനെ ചായ കുടിക്കാൻ വിളിക്ക്. ചായ എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? ചായ കുടിക്കണമെങ്കിൽ ചൂടോടെ കുടിക്കണം. ആറിക്കഴിഞ്ഞാ പിന്നെ എന്തിനുള്ള? ഇപ്പോ ശാലിനിയുടെ മുഖത്തും നല്ലൊരു തെളിച്ചുണ്ട്, ഒരു സന്തോഷത്തിന്റെ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഉണ്ടാവും വിഷ്ണുവും സത്യയും കൂടെ അങ്ങോട്ട് വരുന്നേ. സത്യയെ താഴെ എത്തുന്നില്ല വിഷ്ണു. നമുക്ക് കഴിക്കാൻ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ അവിടെ വന്നിരിക്ക. ശാലിനിക്കും നിങ്ങളിത് എവിടെയായിരുന്നു? കുറെ നേരമല്ലോ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയിട്ട്. സത്യം അമ്മേ ബിഗ് ഫ്രണ്ടിന് ഒരുപാട് സൂപ്പർ കഥകളൊക്കെ അറിയാട്ടോ അമ്മേ. എനിക്കിപ്പോ എത്ര കഥകളാണെന്ന് അറിയോ പറഞ്ഞെന്ന്? അമ്മ പറയുന്ന പോലത്തെ കഥകളൊന്നുമല്ല, എല്ലാം നല്ല കിടിലൻ കഥകളാ. അല്ലേ ബിഗ് ഫ്രണ്ടേ? ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കും. വിഷ്ണു പറയും അല്ലാതെ പിന്നെ. ശാലിനി പറയും അത് ശരി, അപ്പൊ രണ്ടുപേരും കൂടെ ഇത്രയും നേരം കഥ പറഞ്ഞോണ്ട് നടക്കുമായിരുന്നോ? ഏയ് അല്ല, ഊഞ്ഞാലാടി, പിന്നെ എന്നെ ബൈക്കിൽ കറങ്ങാൻ കൊണ്ടുപോയി, പിന്നെ മീൻ പിടിച്ചു. ശാരദാമ്മയ്ക്ക് മീനോ? അതെവിടുന്ന് കിട്ടി? നമ്മുടെ ആ കുളത്തുനിന്നേ. എന്നിട്ട് വലിയൊരു വീപ്പയിലാക്കി വളർത്താൻ ഇട്ടേക്കുവാ. ഇനി അതിന് ചോറും കറികളൊക്കെ കൊടുക്കണം. ശാരദാമ്മ പറയും ഓഹോ. സത്യ പറയും എന്നാലേ അത് വളരൂ അല്ലെ ബിഗ് ഫ്രണ്ട്? വിഷ്ണു അപ്പോ സത്യരും കൊടുക്കും. വിഷ്ണു തിരിച്ചും കൊടുക്ക. ശാലിനിക്ക് ഇതൊക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷമാവും. ശാരദാമ്മ പറയും അപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് രണ്ടുപേരും കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലേ? എനിക്ക് പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. അപ്പൊ ശാരദാമ്മ ചായ നോക്കിട്ട് പറയും ചായ ആറിപ്പോയി, ഞാൻ വേറെ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാ. ആ സമയം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ഒരു പ്രണയത്തില് നോക്കുകയാണ്. വിഷ്ണു അതേ രീതിയില് ഇവരിങ്ങനെ നോക്കുന്ന കാണുമ്പോ സത്യക്കും എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? വിഷ്ണു പറയും ഹേയ് ഒന്നുമില്ല. അതില് ശാലിനിയും ആ രീതിയിൽ തലയാട്ടിക്കൊണ്ട് ഒരു കള്ള ചിരിച്ച് വിഷ്ണുവിന്റെ അടുത്തിരിക്കുക. എന്നിട്ട് ഊഞ്ഞാലെ കെട്ടിയിട്ട് എങ്ങനെയാ ബിഗ് ഫ്രണ്ട് ആട്ടിയോ? വിഷ്ണു ചെവിയിൽ പറയും പറഞ്ഞു കൊടുക്ക്. അപ്പോ സത്യ പറയും ആട്ടിയോന്നോ? എത്ര ഉയരത്തിൽ ആട്ടിയെന്നറിയോ? ഞാൻ ഇതുവരെ ഇത്രയും ഉയരത്തിൽ ആടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആടി. ശാലിനിക്കും ആണോ? അപ്പോഴും വിഷ്ണു തലയാട്ടും സത്യയും. അപ്പൊ ശാലിനി പറയണേ സ്നേഹം മുഴുവൻ മോൾക്ക് മാത്രം കൊടുത്താ പോരാ, ഒരു പാവം പിടിച്ച അമ്മയും ഇവിടെ ഉണ്ട്. സത്യക്ക് മനസ്സിലായില്ല എന്തമ്മേ പറഞ്ഞേ. വിഷ്ണു ഇങ്ങനെ ഒരു പ്രണയത്തോടെ നോക്കുന്നുണ്ട്. അപ്പോഴും ശാലിനിയും. എന്നിട്ട് സത്യയുടെ ചോദ്യം കേൾക്കുമ്പോ സത്യനെ നോക്കുക. സത്യ വീണ്ടും ചോദിക്കും പറയമ്മേ എന്താ പറഞ്ഞേ? അല്ല എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. എനിക്കും ഉയരത്തിലൊക്കെ ഊഞ്ഞാലാടണമെന്ന് മോഹമൊക്കെ ഉണ്ടായിരുന്നു. വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് ശാലിനിക്ക് ചെറുതായിട്ട് കുറുമ്പ് വന്നിട്ടുണ്ടെന്ന്. വിഷ്ണു അങ്ങനെ ചിരിക്കുമ്പോ സത്യ പറയും എങ്കിൽ പിന്നെ നമുക്ക് അമ്മയെ കൂട്ടി വീണ്ടും പോകാം അല്ലെ ബിഗ് ഫ്രണ്ട്? ശാലിനി പറയും ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോ ബോധപൂർവ്വം നമ്മളെയൊക്കെ ചിലര് മറക്കും. ആ സമയം ഗ്യാപ്പിൽ വിഷ്ണു ശാലിനിയുടെ ഉരുക്കിട്ട് ഒറ്റ നുള്ളു കൊടുക്കും. സത്യ കാണാതെ ശാലിനി ഒച്ച വെക്കുമ്പോ വിഷ്ണു പറയും അങ്ങ് പറഞ്ഞു കൊടുക്കും സത്യം മോളെ, നമ്മള് വലിയ കാര്യമായിട്ടാണ് ഊഞ്ഞാല് കെട്ടിയത്, അതിൽ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോയിട്ട് ആടാന്ന് പറ എന്ന് പറഞ്ഞ ശാലിയുടെ കൈ പിടിച്ച് ഇങ്ങനെ ഊഞ്ഞാൽ ആട്ടുന്ന പോലെ ഇങ്ങനെ ആട്ടുക. ശാരദാമ്മ ഒരു നേരം വേഗം കൈയെടുക്കും. ഇനിയും സംസാരിച്ചിരുന്ന് ചായ തണുപ്പിച്ച് കളയല്ലേ. ശാലിനി പറയും രണ്ടുപേരും പെട്ടെന്ന് ചായ കുടിച്ചേ, ഇനി ഇതിന്റെ പേരിൽ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കേൾപ്പിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിഷ്ണു സത്യനെ ഇങ്ങനെ കളിപ്പിക്കും. ശേഷം കൊടുക്കും. അയ്യോ ചൂടാണ്, എനിക്ക് കുടിക്കാൻ പറ്റില്ല. വിഷ്ണു പറയും ഓ ഞാൻ ഊതിത്തരാം എന്ന് പറഞ്ഞ് ഊതി കൊടുക്കണേ. ഈ കാഴ്ച കാണുമ്പോ ശാലിനിയുടെ കണ്ണു നിറയും. വിഷ്ണുട്ടാ ഇതൊക്കെ എന്റെ സത്യമോള് ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാ. അച്ഛന്റെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കുക, അച്ഛനോടൊപ്പം ബൈക്കിൽ പോകുക, അങ്ങനെയെല്ലാം. അപ്പോഴേക്കും അവിടെ സത്യ ഇച്ചിരി കുടിച്ചിട്ട് പറയും ഇനി ബിഗ് ഫ്രണ്ട് കുടിക്കേ. എങ്ങനെയൊക്കെ അറിയാതെയാണെങ്കിലും അവളുടെ ഓരോ ആഗ്രഹങ്ങളും വിഷ്ണുട്ടൻ
സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവള് മനസ്സിലാക്കട്ടെ ഇങ്ങനെ ഒരു അച്ഛന്റെ സ്നേഹം. അങ്ങനെ രണ്ടുപേരും കൂടെ ചായ കുടിക്കുക. വിഷ്ണുക്കും അല്ല ഇനി മധുരം കഴിക്കണ്ടേ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ലഡു വേണോ, ജിലേബി വേണോ, അതോ മൈസൂർ പാക്ക് വേണോ? സത്യം പറയും ഇത് ജിലേബി. വിഷ്ണുക്കും ജിലാബിയോ? ഓക്കെ എന്ന് പറഞ്ഞത് ഒരെണ്ണം എടുത്തു കൊടുക്ക. അതിങ്ങനെ കൊടുക്കുന്നത് പോലെ കൽപ്പിച്ചിട്ടാട്ടോ കൊടുക്കുന്നത്. ശേഷം കഴിക്കും. ഇനിയും ബിഗ് ഫ്രണ്ട് കഴിക്കി എന്ന് പറഞ്ഞ് വിഷ്ണുവിന് കൊടുക്കുമ്പോ വിഷ്ണു മാത്രക്കും. അപ്പൊ വിഷ്ണുവിനെയും സത്യമായിട്ട് കളിപ്പിക്കും. ഇത് കാണുമ്പോ ശാരദാമ്മയും ശാലിനിയും ചിരിക്കും. വിഷ്ണു പറയും എടി ഭയങ്കര. അങ്ങനെ അവരവിടെ ഒരു ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ അവരുടെ 6 വർഷത്തെ സ്നേഹം എല്ലാം കൊടുക്ക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലാണ്. ഭാമ ആകെ ടെൻഷനിലാണ്. ഇവിടെ ഇങ്ങനെ സംഭവിച്ചതിനെല്ലാം കാരണക്കാരി നീയാണെന്ന് രാഘവേട്ടൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് ടെൻഷനോടെ നടക്കാണ് അവിടെ. ഇതേ സമയം ഇവിടെയാണെങ്കിൽ ശാലിനിയും വിഷ്ണുവും സത്യയും കൂടെ ശാരദാമ്മയും ഭയങ്കര സന്തോഷത്തിലാ. അങ്ങനെ ജിലേബി ഇങ്ങനെ കഴിക്കാ. ഇടയ്ക്ക് ശാലിനിക്കും കൊടുക്കും, ശാലിനിയും കളിപ്പിക്കും. അങ്ങനെ അവർ രണ്ടുപേരും അതിന്റെ ഇടയിൽ നൈസായിട്ട് പ്രണയിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ഫോൺ ബെല്ലടിക്കുന്നത്. സത്യഭയെ വിളിക്കുന്നത്. അത് കാണുമ്പോ ശാരദാമ്മേനെ ശാലിനിയെ നോക്കും. ശേഷം മോളെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഫോണും കൊണ്ട് പുറത്തേക്ക് പോകും. അത് കാണുമ്പോ തന്നെ ശാലിനിക്കൊരു ടെൻഷനുണ്ട്. സത്യക്കും ആരാ അമ്മയെ ബിഗ് ഫ്രണ്ടിനെ ഇപ്പൊ വിളിച്ചത്? ഭാമയെന്ന് ശാലിനിക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അറിയില്ല മോളെ എന്താ പറയണേ. അങ്ങനെ വിഷ്ണു പുറത്തേക്ക് വന്നിട്ട് എന്താ അമ്മ വിളിച്ചേ? മോനെ നീ ഇപ്പൊ എവിടെയാ? അത് പിന്നെ ഞാൻ ഇവിടൊക്കെ തന്നെയുണ്ട്. എന്താ കാര്യം? എടാ ഇവിടെ ഇപ്പോ റവന്യൂ ഉദ്യോഗസ്ഥർ വന്നിരുന്നടാ. അവരൊരു നോട്ടീസും തന്നിട്ടുണ്ട്. വിഷ്ണു ഭാമറും എടാ ഉപേന്ദ്രൻ ചതിച്ചടാ. നമ്മുടെ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്യാൻ വന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോ വിഷ്ണു ഞെട്ടിപ്പോവും. അമ്മ ഇതെന്താ പറയുന്നത്, ജപ്തിയോ? ഭാമറും അതെടാ എല്ലാം അവര് കൊണ്ടുപോകും. ആ മരം മുറിക്കുന്നതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാ പറയുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സത്യം അറിയാനായിട്ട് രോഹിത്തിനെ വിളിച്ചിട്ട് അവനാണെങ്കിൽ കിട്ടുന്നില്ല. വിഷ്ണുക്കും അല്ലമ്മേ ഇതാ മന്ത്രിക്ക് ഇടപെട്ട കേസല്ലേ, നമുക്ക് മന്ത്രിയോട് സംസാരിച്ചാലോ? ഭാമറും എടാ അതൊക്കെ ഞാൻ സംസാരിച്ചു. അയാളിപ്പോ പറയുന്നത് അയാളുടെ പേര് ഇതിലേക്ക് വലിച്ചഴക്കരുതെന്നാ. ആരെ ഞാനിപ്പോ വിശ്വസിക്കേണ്ടത്? ഇതേ സമയം വിഷ്ണുവിന്റെ ടെൻഷൻ കണ്ട് ശാലിനി ഇങ്ങനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഭാമയും സ്വന്തം നേരിനെ പോലെ എനിക്കിപ്പോ പേടിയാ. എടാ എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ലടാ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും പിന്നെ വിഷ്ണു ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നതും ഇതെല്ലാം ശാലിനി ഇങ്ങനെ നോക്കുന്നതും ഒക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്